ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡ്രാമ ആൻഡ് തിയേറ്റർ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നാടകം എല്ലാവർക്കും അറിയുന്നതാണ്. നാടകം എന്താണെന്നുള്ളത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഡ്രാമയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഏതൊരു ലാംഗ്വേജിലും ഡ്രാമ എന്ന് പറയുന്നത് അതാത് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള ഒരു കണ്ണാടിയാണ്. ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ നാടകങ്ങൾ വളരെ പ്രസക്തമായിട്ട് തന്നെ, വളരെ പ്രാധാന്യത്തോടെ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. സോ നാടകത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, നാടകം എങ്ങനെയാണ് ആരംഭിച്ചത്, ഒരുപാട് വിപ്ലവങ്ങൾക്ക്, ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നാടകത്തിന്റെ, ഡ്രാമയുടെ ഒറിജിൻ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഈ ഒരു മൊഡ്യൂള്, ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒബ്ജക്റ്റീവ്സ്: ടു ഫെമിലറൈസ് ദ റീഡേഴ്സ് വിത്ത് ദ ഒറിജിൻ ഓഫ് ഡ്രാമ. നാടകത്തിന്റെ ഒറിജിൻ എന്താണ് എന്ന് വായനക്കാർക്ക് സുപരിചിതമാക്കി കൊടുക്കുക. ടു ഹൈലൈറ്റ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് തിയേറ്റർ ആസ് എ ഡിസ്റ്റിങ്ക്ട് പ്രാക്ടീസ്. വളരെ വ്യതിരക്തമായിട്ടുള്ള ഒരു പ്രാക്ടീസ്, പ്രായോഗിക വൽക്കരണമാണ് നാടകം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിസ്റ്റിങ്ക്ട് പ്രാക്ടീസ് എന്ന നിലയിൽ നാടകത്തിന്റെ പ്രാധാന്യവും പങ്കും, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാരൂപം എന്ന നിലയിൽ നാടകത്തിന്റെ പ്രാധാന്യവും പങ്കും അത് നമ്മൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കണം. Then drama has its roots in the oral literature of Greek theatre. ഗ്രീക്ക് തിയേറ്ററിൽ ചരിത്രം ഉറങ്ങുന്ന, ഇതിഹാസം ഉറങ്ങുന്ന ഒരു നാടാണ് ഗ്രീക്ക്, അല്ലെ, ഗ്രീസ്. സോ ഈ ഗ്രീക്ക് തിയേറ്ററിൽ ഓറൽ ലിറ്ററേച്ചർ, ഓറൽ എന്ന് പറയുമ്പോൾ വാചികമായിട്ട്, അല്ലെ, പണ്ട് കാലങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ വാചികമായിട്ടാണ്, വാമൊഴിയായിട്ടായിരുന്നു കൈമാറി വന്നിരുന്നത്. അപ്പൊ ആ ഒരു വാമൊഴി സാഹിത്യത്തിലെ ഗ്രീക്ക് തിയേറ്ററിലാണ് ഡ്രാമയുടെ ഒറിജിൻ വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഡ്രാമയുടെ ഒറിജിൻ, അതിന്റെ വേരുകൾ ആഴ്ന്നു നിൽക്കുന്നത് ഗ്രീക്ക് ലിറ്ററേച്ചറിലാണ്. ആൻഡ് റിലീജിയസ് സോഷ്യൽ ലൈഫ് ഓഫ് ഏതനിയൻ പീപ്പിൾ. ഏതൻസിലുള്ള ജനങ്ങളുടെ മത സാമൂഹിക ജീവിതത്തിലേക്കാണ് ഡ്രാമയുടെ വേരുകൾ പിടിച്ചിരിക്കുന്നത്. ഇപ്പോ ആ ഗ്രീക്കിലെ ആളുകളെ സംബന്ധിച്ച്, ഏതൻസിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവും, അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു, അല്ലെ. പണ്ടത്തെ ഗ്രീക്ക് മിത്തോളജിയും രസകരമായിട്ടുള്ള കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ദേവന്മാരെയും. നമ്മുടെ ഹിന്ദു മിത്തോളജിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു മിത്തോളജിയാണ്. അപ്പൊ അവിടുത്തെ മതവിശ്വാസം, അതുപോലെ ജനങ്ങളുടെ സാമൂഹിക ചുറ്റുപാട്, ഇതെല്ലാം ഗ്രീക്ക് നാടകത്തില്, ഗ്രീക്ക് തിയേറ്ററുകളിൽ വളരെ അധികം പ്രതിഫലിച്ചിരുന്നു. അപ്പൊ അന്ന് ആളുകൾ പല തട്ടിലായിരുന്നു. ഏകദേശം 4 തട്ടിലാണ് അന്നത്തെ ആളുകൾ ഉണ്ടായിരുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, അത് നമുക്ക് അതാത് മൊഡ്യൂൾ വരുമ്പോൾ നമുക്കത് പഠിക്കാം. അപ്പൊ അന്നത്തെ മേൽക്കോയ്മ നേടിയിരുന്ന ആളുകളുടെ മേധാവിത്വവും, ദെൻ അടിമകളായി ജീവിക്കേണ്ടി വന്ന ആളുകളുടെ പാത്തറ്റിക് സിറ്റുവേഷനും എല്ലാം നാടകത്തിൽ നന്നായിട്ട് പ്രതിഫലിച്ചിരുന്നു. As time passed, the initial beginning of performative behavior gave way to dance drama. അപ്പോൾ കാലം കഴിഞ്ഞ് പോകുന്ന അനുസരിച്ച് ഡ്രാമയുടെ രീതി മാറി, ഒരു ഡാൻസ് ഡ്രാമ എന്നൊരു രീതിയിലേക്ക് വന്നു. നൃത്ത രൂപത്തിൽ നാടകത്തെ അവതരിപ്പിക്കുക എന്നുള്ളൊരു രീതി വന്നു. വിച്ച് ഇൻ ടേൺ paved way for formal written and performed plays. ഈ ഒരു ഡാൻസ് ഡ്രാമയാണ് പിന്നീട് ഇന്ന് കാണുന്ന രീതിയിലുള്ള എഴുതി തയ്യാറാക്കി പെർഫോം ചെയ്യുന്ന നാടകങ്ങളിലേക്ക് വഴി തെളിച്ചത്. സോ ആദ്യം ഗ്രീക്ക് നോർമൽ പീപ്പിളുടെ, കോമൺ പീപ്പിൾസിന്റെ റിലീജിയസ് സോഷ്യൽ സിറ്റുവേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന, അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന നാടകമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഡാൻസ് ഡ്രാമയിലേക്ക് മാറി. ദെൻ ആ ഒരു ഡാൻസ് ഡ്രാമയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പെർഫോംഡ് റിട്ടൺ പ്ലേസിലേക്ക് മാറുന്നത്. ഇതെല്ലാം മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം. അതുപോലെ തന്നെ ടു ഫോക്കസ് ഓൺ ദ ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ഡ്രാമ. ഡ്രാമയുടെ വളർച്ച,
അതിന്റെ ഉൽപ്പത്തി, അതിലേക്കെല്ലാം ഫോക്കസ് ചെയ്യാം. ആൻഡ് ലേറ്റർ എംഫസൈസസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് യൂസ് ഓഫ് സ്റ്റേജ് ദാറ്റ് ഇവോൾവ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ സെഞ്ചുറീസ്. ഇപ്പോൾ ഡ്രാമയുടെ ഉൽപ്പത്തി, അതിന്റെ വളർച്ച, ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് യൂസ് ഓഫ് സ്റ്റേജ് ദാറ്റ് ഇവോൾവ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ സെഞ്ചുറീസ്. കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളായിട്ട്, ഈ അടുത്ത കുറച്ച് നൂറ്റാണ്ടുകളായിട്ട് വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ നാടകത്തിന് വന്നിട്ടുണ്ട്. അതിനെയും സ്റ്റേജിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, പണ്ടത്തെ രീതിയിലുള്ള ഒരു തീമല്ല, സെറ്റിങ്സ് അല്ല, അതേപോലെ ക്യാരക്ടർ ഷെയ്ഡ് അല്ല എന്നുള്ളത്. അപ്പൊ അതിനെ എല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ മനസ്സിലാക്കാൻ പോവുകയാണ്. Then the soul of drama is its spectators. ഒരു ഡ്രാമയുടെ ആത്മാവ് എന്ന് പറയുന്നത് അതിലെ സ്പെക്ടേറ്റേഴ്സ് ആണ്. ആരാണ് സ്പെക്ടേറ്റേഴ്സ്? ഓഡിയൻസ്, അതിന്റെ കാഴ്ചക്കാരാണ്. കാഴ്ചക്കാരില്ലെങ്കിൽ ആ ഡ്രാമ ഇല്ല, നാടകമില്ല. Thus the audience plays a vital and pivotal role for the aim and purpose of drama theatre is performance. അപ്പോൾ ഒരു ഡ്രാമ അല്ലെങ്കിൽ തിയേറ്റർ പെർഫോമൻസിന്റെ പ്രധാന ലക്ഷ്യം, അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഓഡിയൻസ് ആണ്. അപ്പോൾ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന രീതിയിലായിരിക്കും ഓരോ ഡ്രാമയും എഴുതുന്നതും പെർഫോം ചെയ്യപ്പെടുന്നതും. ഇന്നത്തെ സിനിമകൾ നിങ്ങൾ ഓർത്താൽ മതി. ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് നാടകം അതിന്റെ എല്ലാവിധ സാങ്കേതിക വിദ്യകളെയും സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് അഡാപ്റ്റ് ചെയ്താണ് ഫിലിം എന്ന രീതിയിലേക്ക് മാറിയത്, അല്ലേ? സോ ഇന്നത്തെ സിനിമകൾ വിജയിക്കണമെങ്കിൽ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞുകൊണ്ടായിരിക്കണം അവതരിപ്പിക്കേണ്ടത്, അല്ലേ? At the same means the drama has very importance according to the vision and views of audience. ഡ്രാമയ്ക്ക് അതിന്റെ പ്രാധാന്യം വരുന്നത് അതിന്റെ കാഴ്ചക്കാരെ അനുസരിച്ചാണ്. കാഴ്ചക്കാരുടെ വീക്ഷണം അനുസരിച്ചാണ് നാടകത്തിന്റെ പ്രാധാന്യം നിലകൊള്ളുന്നത്. ഓക്കെ അല്ലേ? സോ ഇപ്പൊ നാടകത്തിന്റെ ഒറിജിൻ, അതിന്റെ മാറ്റം, നാടകത്തിന്റെ പ്രധാന ആത്മാവായിട്ടുള്ള സ്പെക്ടേറ്റേഴ്സ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിലൂടെ മനസ്സിലാക്കാൻ പോവാണ്. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ സെഷനിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ നോക്കും, അതിനുശേഷം അടുത്തൊരു ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിലേക്ക് വരാം. സോ ഇൻട്രൊഡക്ഷൻ. ഡ്രാമ ഈസ് എ ലിറ്റററി കോമ്പോസിഷൻ ഇൻവോൾവിംഗ് കോൺഫ്ലിക്റ്റ്, ആക്ഷൻ, ക്രൈസിസ് ആൻഡ് അറ്റ്മോസ്ഫിയർ meant to be acted by players on a stage before an audience. ഡ്രാമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലിറ്റററി കോമ്പോസിഷൻ. അതൊരു സാഹിത്യ സൃഷ്ടിയാണ്, ഒരു സാഹിത്യ രചനയാണ്. ആ നാടകത്തിൽ എന്തൊക്കെ ഉണ്ടാകും? കോൺഫ്ലിക്റ്റ്, സംഘർഷങ്ങൾ, അല്ലെ? ഒരു ഹീറോയും ആന്റി ഹീറോയും തമ്മിലുള്ള സംഘർഷം, അല്ലെങ്കിൽ സത്യവും അസത്യവും തമ്മിലുള്ള സംഘർഷം, അല്ലെങ്കിൽ ഒരു സത്യവും മറ്റൊരു സത്യവും തമ്മിലുള്ള സംഘർഷം. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഒരു നാടകം വരുന്നത്, അല്ലെ? കോൺഫ്ലിക്റ്റ് ഇല്ലെങ്കിൽ നാടകത്തിന് പ്രസക്തിയില്ല. അപ്പൊ നാടകത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, ആക്ഷൻ, അതിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകും, ആക്ഷൻ. ദെൻ ക്രൈസിസ്, പ്രതിസന്ധി ഉണ്ടാകും. ആൻഡ് അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം, ആ നാടകം നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സറൗണ്ടിങ് ഉണ്ടാകും. meant to be acted by players on a stage before an audience. ഇതെല്ലാം ഒരു ഓഡിയൻസിന് മുന്നിൽ നാടകം അവതരിപ്പിക്കുന്ന ആളുകൾക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു സാഹിത്യ രചനയാണ് നാടകം എന്ന് പറയുന്നത്. അപ്പൊ നാടകം എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റും ആക്ഷനും ക്രൈസിസും അറ്റ്മോസ്ഫിയറും എല്ലാം ഉൾക്കൊണ്ട ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരു ശ്രോതാക്കൾക്ക് മുന്നിൽ, ഒരു ശ്രോതാക്കൾ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരെന്ന് മാത്രമായി പോകും, ഓഡിയൻസ്, അല്ലെ? ഒരു കാണികൾക്ക്, ഒരു കൂട്ടം കാണികൾക്ക് മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ലിറ്റററി കോമ്പോസിഷൻ ആണ്. അപ്പൊ അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ള ലിറ്റററി കോമ്പോസിഷൻ എല്ലാം പെർഫോം ചെയ്യാൻ പറ്റുന്ന ആർട്സ് അല്ല. അത് നമ്മൾ പെർഫോമിംഗ് ആർട്സ് എന്ന രീതിയിൽ നമുക്ക് വേറെ തന്നെ പഠിക്കാനുണ്ട്. സോ ദിസ് ഡെഫിനിഷൻ മേ ബി അപ്ലൈഡ് ടു മോഷൻ പിക്ചർ ഡ്രാമ ആസ് വെൽ ആസ് ടു ദ ട്രഡീഷണൽ സ്റ്റേജ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ സ്റ്റേജ്, പരമ്പരാഗത നാടകത്തിനും നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് മോഷൻ പിക്ചർ ഡ്രാമ അഥവാ ഫിലിം, അല്ലെ, ഇന്ന് നമ്മൾ TV ഉപയോഗിച്ച്, വീഡിയോ ഉപയോഗിച്ച് ചെയ്യുന്ന നാടകങ്ങൾക്കും ഇതേ ഡെഫിനിഷൻ തന്നെ പറയാൻ പറ്റും, അല്ലെ? ഒരു സിനിമയിൽ നടക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണല്ലോ. ഇൻ
എബ്രാംസ് വേർഡ് ദ ഡ്രാമ ഈസ്. ഇനി വളരെ പ്രശസ്തനായിട്ടുള്ള സാഹിത്യ നിരൂപകനാണ്, വളരെ അധികം റെഫർ ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ദ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ്. അതിന്റെ ഗ്രന്ഥകർത്താവാണ് MS എബ്രാംസ്. അപ്പൊ MS എബ്രാംസ് നമ്മൾ ഒരു ലിറ്റററി ടേം വളരെ ഒതന്റിക് ആയിട്ട് പറയണമെങ്കിൽ റെഫർ ചെയ്യേണ്ട പുസ്തകമാണ് എബ്രാമിന്റെ ഗ്ലോസറി. സോ ഈ ഗ്ലോസറിയിൽ അദ്ദേഹം ഡ്രാമയെ കുറിച്ച് പറയുന്നത്, ഇറ്റ് ഈസ് ദ ഫോം ഓഫ് കോമ്പോസിഷൻ ഡിസൈൻ ഫോർ പെർഫോമൻസ് ഇൻ ദ തിയേറ്റർ. തിയേറ്ററിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന, തിയേറ്ററിൽ നമുക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രചനയാണ് നാടകം എന്ന് പറയുന്നത്. ഇൻ വിച്ച് ആക്ടേഴ്സ് ടേക്ക് ദ റോൾസ് ഓഫ് ദ ക്യാരക്ടേഴ്സ്. അവിടെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അഭിനയിക്കുന്ന ആളുകളാണ്, അഥവാ ആക്ടേഴ്സ് ആണ് അവിടെ നാടകത്തിലെ കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പെർഫോം ദ ഇൻഡിക്കേറ്റഡ് ആക്ഷൻ. അവർക്ക് സൂചിപ്പിക്കപ്പെട്ട, അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട ആക്ഷൻസ് അവർ വന്ന് അവിടെ പെർഫോം ചെയ്യുന്നു. ആൻഡ് ദ റിട്ടൺ ഡയലോഗ്സ്. എഴുതി വെച്ചുക, ആ നാടകത്തിൽ എഴുതി വെച്ചിട്ടുള്ള സംഭാഷണങ്ങൾ അവർ പറയുന്നു. സോ ഒരു എഴുത്തുകാരൻ എഴുതി വെച്ച ആക്ഷൻസും ഡയലോഗ്സും നമ്മുടെ മുന്നിൽ വന്ന് ആക്ടേഴ്സ് ചെയ്യുന്നു. സോ ഇവിടെയും അദ്ദേഹം പറഞ്ഞത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ലിറ്റററി കോമ്പോസിഷൻ ആണ്. ആക്ടേഴ്സ് ഉണ്ടാവും, ആക്ടേഴ്സ് ആ ഒരു റിട്ടേൺ കോൺവെർസേഷനും ആക്ഷനും നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യും. സോ എന്താണ് നാടകം എന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. Thus, the essential ingredients of a drama. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഡ്രാമയുടെ വളരെ അനിവാര്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഒന്ന് ആക്ടേഴ്സ്, അതിൽ അഭിനയിക്കുന്ന ആളുകൾ, ദെൻ ഡയലോഗ്, അതിലെ സംഭാഷണങ്ങൾ, ദെൻ സെറ്റിംഗ്, ആ കഥ നടക്കുന്ന ചുറ്റുപാട്, പശ്ചാത്തലം, ദെൻ പ്ലോട്ട്, ആ കഥ നടക്കാനുള്ളൊരു തീം, പ്ലോട്ട്, ദെൻ ആക്ഷൻ. ഇത് ഇത്രയുമാണ് ഒരു നാടകത്തിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്, ഉള്ളടക്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഈ 5 പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് വരും. ഇതിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല റൈറ്റേഴ്സും അവലംബിക്കുന്ന രീതികൾ ഏത്, അതൊക്കെ നമ്മൾ ഇനി പറയും. സോ ആക്ടേഴ്സ്, ഡയലോഗ്, സെറ്റിംഗ്, പ്ലോട്ട്, ആക്ഷൻ. ഈ 5 ഒരു ഡ്രാമയിലെ വളരെ പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങൾ. ഇറ്റ് ഈസ് പ്രൈമറിലി മെന്റ് ഫോർ എനാക്ട്മെന്റ് ഓൺ ദ സ്റ്റേജ്. വളരെ പ്രാഥമികമായിട്ട് നാടകം എന്ന് പറയുന്നത് സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ളതാണ്. നാടകം സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ളതാണ്. അപ്പൊ അവിടെ പ്രൈമറിലി എന്നാ പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം ചില നാടകങ്ങൾ എഴുതി പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി പോകാറുണ്ട്. അപ്പൊ നാടകം ഒരാൾ എഴുതുന്നത് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നാടകത്തിന്റെ ഒരു ശൈലി വരുന്നത്. Thus the stage and the spectators are equally important. അപ്പൊ നാടകം ഒരു സ്റ്റേജിനെ മുൻനിർത്തി എഴുതുന്നത് കൊണ്ട് തന്നെ സ്റ്റേജും സ്പെക്ടേറ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാണികളും തുല്യ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലേ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് പണ്ട് കാലത്ത്, ഇന്നത്തെ പോലെ ഇന്നോവേറ്റീവ് ടെക്നിക്സ് ഒന്നും പണ്ട് കാലത്തില്ല. ഇന്ന് നമുക്ക് വളരെ മോഡേൺ, വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഉള്ളത് കൊണ്ട് എങ്ങനെ പ്ലോട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. പണ്ട് അങ്ങനെയല്ല. അപ്പൊ സ്റ്റേജും സ്പെക്ടേറ്റേഴ്സിനും ഒരേ പ്രാധാന്യമാണുള്ളത്. Then Marjorie Boulton says that. അടുത്തൊരു സാഹിത്യ നിരൂപക പറയാണ്, എ ട്രൂ പ്ലേ ഇസ് 3 dimensional. ഒരു യഥാർത്ഥ നാടകം എന്ന് പറയുന്നത് 3 dimensional, അത് 3D ആണ്, അഥവാ പെർഫോം ചെയ്യാൻ പറ്റുന്ന റിയൽ വേൾഡ് പോലുള്ള ഒരു സംഗതിയാണ്. ഇറ്റ് ഈസ് ലിറ്ററേച്ചർ ദാറ്റ് വാക്സ് ആൻഡ് ടോക്സ് ബിഫോർ അവർ ഐ. നമ്മുടെ കണ്ണിന് മുന്നിൽ നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹിത്യമാണ് നാടകം. അപ്പോൾ പുസ്തകം നിങ്ങൾ നോക്കൂ, പുസ്തകം നമുക്ക് അക്ഷരത്തിലൂടെ വായിക്കാനേ കഴിയൂ, അല്ലേ? അതേപോലെ ഒരു പെയിന്റിംഗ് ആകുമ്പോൾ നമുക്ക് കണ്ണുപയോഗിച്ച് കാണാനേ കഴിയും. എന്നാൽ നാടകം അങ്ങനെയല്ല, അതൊരു സാഹിത്യ സൃഷ്ടിയാണ്. അതോടൊപ്പം ഇറ്റ് വാക്സ് ആൻഡ് ടോക്സ് ബിഫോർ അവർ ഐ. നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ആ ഒരു റിയാലിറ്റി പോലെ നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹിത്യ സൃഷ്ടിയാണ് നാടകം. എ ഡ്രാമ ഓപ്പറേറ്റ്സ് വിത്തിൻ ദ ലിമിറ്റ്സ് ആൻഡ് ഫ്രെയിംവർക്ക് ഓഫ് സ്പേസ് ആൻഡ് ടൈം. സമയത്തിന്റെയും അതേപോലെ സ്പേസ്, ഒരു ഇടത്തിന്റെയും സമയത്തിന്റെയും ഒരു ഇടത്തിന്റെയും സ്പേസിന്റെയും ടൈമിന്റെയും ലിമിറ്റിൽ നിന്നുകൊണ്ടാണ് ഒരു ഡ്രാമ ഓപ്പറേഷൻസ് നടത്തുന്നത്, അഥവാ ഒരു നാടകം കളിക്കുന്നത്. ഒരു നാടകം സംഭവിക്കുന്നത് സ്പേസ് ടൈം, ഈ 2 ഫ്രെയിം വർക്കിന്റെ ഉള്ളിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, സ്പേസ് ടൈം. അഥവാ നാടകം കളിക്കുന്നതിന് വേണ്ടി ഒരു സ്പേസ് വേണം, അതോടൊപ്പം നാടകത്തിൽ ടൈം ഉണ്ടാവും, ദെൻ നാടകം കളിക്കുന്നതിനും ഒരു ടൈം വേണം, അല്ലെ?
ഡ്രാമ പെർഫോം ചെയ്യുന്നതിന് ഒരു ടൈം വേണം. നാടകത്തിൽ സമയത്തെ കൂടി പ്രതിപാദിക്കാറുണ്ട്. ഫ്യൂച്ചർ, പാസ്റ്റ്, പ്രസന്റ് ഒക്കെ നാടകത്തിന്റെ ഉള്ളിലും വരുന്നുണ്ട് അല്ലെ. സോ ഇറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം അതർ ലിറ്റററി ഫോംസ് ബൈ ഇറ്റ്സ് സ്പെഷ്യൽ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ടു ദ റിയാലിറ്റി വി കോൾ ടൈം. അപ്പോൾ മറ്റു സാഹിത്യ കൃതികളിൽ നിന്നും നാടകത്തിന് വ്യത്യാസം വരുന്നത് അതിന്റെ സമയം എന്ന വളരെ പ്രത്യേകമായ, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ്. ഇപ്പൊ റിയാലിറ്റി സമയം ഒരു റിയാലിറ്റിയാണ് അല്ലെ. ഇപ്പൊ നാടകം ഒരു നിശ്ചിത സമയത്തിൽ, ഇപ്പൊ ഒരു മണിക്കൂർ നമ്മുടെ കൺമുന്നിൽ നടക്കുകയാണ് നാടകം. മറ്റു കൃതികളെ പോലെയല്ല. മറ്റൊരു കൃതിയാകുമ്പോൾ, സാഹിത്യ കൃതിയാകുമ്പോൾ അത് എഴുതി വെച്ചിരിക്കുകയാണ്, നമുക്ക് നമ്മുടെ സൗകര്യപൂർവ്വം മുറിച്ച് വായിക്കാം അല്ലെ, അല്ലെങ്കിൽ വായിക്കാതിരിക്കാം. എന്നാൽ നാടകം അങ്ങനെയല്ല. അത് റിയാലിറ്റിയാണ്, നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പൊ ആ ഒരു പ്രത്യേകത അതിനുണ്ട്. As a narrative art, it addresses to the telling of events which take place in the past, present or future. ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനെയോ ഒരു ഈവന്റിനെയോ ഒരു സ്റ്റോറിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു നറേറ്റീവ് ആർട്ടാണ്. ഒരു ഈവന്റിനെ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയെ വിശദീകരിക്കുന്ന ഒരു ആർട്ടാണ്. അപ്പൊ ആ ഒരു ആർട്ട്, ഒരു നറേറ്റീവ് ആർട്ട് എന്ന നിലയ്ക്ക് ഇറ്റ് അഡ്രസ്സസ് ടു ദ ടെല്ലിംഗ് ഓഫ് ഈവന്റ്സ് which take place in the past, present or future. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാസ്റ്റ്, കഴിഞ്ഞ കാലത്തിലോ അല്ലെങ്കിൽ ഈ ഒരു കാലം, വർത്തമാന കാലത്തിലോ ഭാവി കാലത്തിലോ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെയാണ് ഒരു നാടകം അഡ്രസ് ചെയ്യുന്നത്. അത് നാടകത്തിന്റെ സ്ക്രിപ്റ്റാണ്, ഒരു നറേറ്റീവ് ആർട്ട് എന്ന നിലയ്ക്ക്. അത് ഒരു കഥ പറയുന്ന ആർട്ട് എന്ന നിലയ്ക്കാണ് പറഞ്ഞത്. അപ്പൊ നാടകത്തിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റിന്റെ അകത്ത് പറയുന്നത് ഈ മൂന്നാലൊരു കാലത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചായിരിക്കും. അപ്പൊ നാടകം കേവലം ഒരു നറേറ്റീവ് ആർട്ട് അല്ല. നറേറ്റീവ് ആർട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കഥ പറയുന്ന ഒരു ആർട്ടാണ്. എന്നാൽ ബട്ട് ആസ് എ പെർഫോമിംഗ് ആർട്ട്, ഇതൊരു പെർഫോമിംഗ് ആർട്ട് എന്ന നിലയ്ക്ക്, അതായത് നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യപ്പെടുന്ന ഒരു ആർട്ട് എന്ന നിലയ്ക്ക്, along with music and dance. നാടകത്തിൽ മ്യൂസിക്കും ഡാൻസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ മ്യൂസിക്, ഡാൻസ് എന്നിവയോടൊപ്പം നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ട് എന്ന നിലയ്ക്ക് ഇറ്റ് ഹാസ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഇൻ ടൈം. അതിന് ഒരു സമയത്തിനാണ് അതിന്റെ നിലനിൽപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മണിക്കൂർ, ആ ഒരു മണിക്കൂറിൽ ആ നാടകം നിലനിൽക്കുകയാണ്. അപ്പൊ ആ ഒരു മണിക്കൂർ ഡ്യൂറേഷൻ എടുത്താണ് ആ നാടകം നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യുന്നത്. ദാസ് ഇറ്റ് ഈസ് എ ടെമ്പറൽ ആക്ട്. അപ്പൊ അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ആക്ട് ആണ്. ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന താൽക്കാലികമായ ആക്ട്. അപ്പൊ ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ നാടകം എന്ത് ചെയ്യുന്നു? കഴിയുന്നു. നമ്മൾ എഴുതി വെച്ച ഒരു പുസ്തകം അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ പുസ്തകം നമുക്ക് ആവശ്യാനുസരണം തുറന്നു വായിക്കാം, അടച്ചു വെക്കാം. നാടകം അങ്ങനെയല്ല. ഒരു മണിക്കൂർ ഡ്യൂറേഷനിൽ കളിക്കുന്ന ഒരു നാടകം നമ്മൾ ആ സമയത്ത്, ആ ഒരു ടൈം സ്പാനുള്ളിൽ തന്നെ കണ്ടു തീർക്കണം. അപ്പൊ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാണ് അല്ലെ. നമ്മള് ഇത് ചിന്തിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ലിറ്റററി ടേംസ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലിറ്ററേച്ചറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിക്കാം. അപ്പൊ ഇതൊക്കെ നമുക്കൊരു ഐ ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഐ ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ലിറ്ററേച്ചർ പഠിക്കൽ വളരെ രസകരമായിട്ട് മാറും. ഓക്കെ അല്ലേ? ദെൻ ഡ്രാമ ക്യാൻ നെവർ ബി എ സബ്ജക്ട് ഓഫ് പ്യുവർലി ലിറ്റററി സ്റ്റഡി. നാടകം എന്ന് പറയുന്നത് ഒരു പ്യുവർ ലിറ്റററി സ്റ്റഡി മാത്രമാകാൻ കഴിയില്ല. അപ്പൊ സാധാരണ ഒരു പ്യുവർ, ശുദ്ധമായിട്ടുള്ള ഒരു സാഹിത്യം മാത്രമല്ല. ഇറ്റ് ഹാസ് ടു ബി നോൺ ഇൻ റിലേഷൻ ടു ദ സ്റ്റേജ്, ടു ദ തിയേറ്റർ. അത് തിയേറ്ററും സ്റ്റേജൊക്കെ, അത് നാടകം എവിടെയാണോ പെർഫോം ചെയ്യുന്നത് ആ സ്റ്റേജ് അല്ലെങ്കിൽ തിയേറ്ററുമായിട്ട് ബന്ധം ഉള്ള ഒന്നാണ്. അത് മറ്റ് ലിറ്റററി സ്റ്റഡി പോലെ അല്ല. ഓക്കെ അല്ലേ? അതാണ് ഈ ഒരു ടൈമിന്റെയും റിയാലിറ്റിയുടെയൊക്കെ ഒരു ബന്ധം നാടകത്തിൽ വരുന്നത്. ടോം എഫ് ഡ്രൈവർ എന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ലിറ്റററി ക്രിട്ടിക് ഉണ്ട്. അദ്ദേഹം പറയാണ്, the act of performing the play in the theater becomes a miniature reflection of historical action taking place with the limit imposed by the conventions of the theater. ഒരു നാടകം എന്താ ചെയ്യുന്നത്? നാടകം എന്ന് പറയുന്നത് ചരിത്ര സംഭവങ്ങളുടെ ഒരു മിനിയേച്ചർ റിഫ്ലക്ഷൻ ആണ്, ഒരു ചെറിയ പ്രതിഫലനമാണ്. ആ പ്രതിഫലനം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററിൽ അല്ലെ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിൽ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ അത് പെർഫോം ചെയ്യാം.
അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിലും സ്പേസിലും പെർഫോം ചെയ്യപ്പെടുന്ന ചരിത്രത്തിന്റെ ഒരു ചെറിയ രൂപമാണ്, ഒരു മിനിയേച്ചർ വേർഷൻ. മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ ചെറിയ രൂപം എന്നാണ്. അപ്പൊ ചെറിയ രൂപമാണ് നാടകം എന്ന പെർഫോമൻസ്. ദിസ് വിൽ ബി particularly true in those dramatic periods such as the Greek and Elizabethan, where the theatre was frankly accepted as the locus of the action, where there was not an attempt to black out both audience and theatre. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഈ തിയേറ്ററിന്റെ ആ ഒരു പരിമിതമായിട്ടുള്ള സ്പേസിന്റെ ഉള്ളിൽ ഒതുക്കപ്പെട്ട ഒരു സാഹിത്യ സൃഷ്ടിയാണ്, സമൂഹത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ഒരു കണ്ണാടിയാണ്, സമൂഹത്തിലേക്ക് തിരിച്ചു വെച്ച ഒരു കണ്ണാടിയാണ് ഈ നാടകം എന്നുള്ളത്. വളരെ ശരിയാണ്. അത് നമ്മൾ ഗ്രീക്ക് ലിറ്ററേച്ചർ നോക്കുന്ന സമയത്തും എലിസബത്തൻ പീരീഡ്, നാടകത്തിന്റെയൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു കാലമാണ് എലിസബത്തൻ പീരീഡ്. എലിസബത്തൻ പീരീഡ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മളത് പഠിക്കും. അവിടെ നാടകത്തിനെ ഓഡിയൻസിൽ നിന്നും തിയേറ്ററിൽ നിന്നും വിട്ടുപിരിക്കുന്ന ഒരു ശ്രമം പോലും ഉണ്ടായിട്ടില്ല. നാടകം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ ആയിരിക്കണം. നാടകം കാണാൻ ഓഡിയൻസ് വേണം. അപ്പോൾ തിയേറ്ററും ഓഡിയൻസും ഇല്ലാത്ത ഒരു നാടകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഡെഫിനിഷൻ ശരിയാണ്. Then the theater tends to reflect the assumptions of its age regarding time and history, because it is on the one hand of narrative of temporal events and the other hand an enactment taking place in a moment of time. അപ്പൊ തിയേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? തിയേറ്റർ ടെൻസ് ടു റിഫ്ലക്ട് ദ അസംഷൻസ് ഓഫ് ഇറ്റ്സ് ഏജ് റിഗാർഡിംഗ് ടൈം ആൻഡ് ഹിസ്റ്ററി. ആ ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ ചരിത്രത്തെ ആശ്രയിച്ചുകൊണ്ട് ആ ഒരു ചരിത്ര സംഭവങ്ങളെ ഒരു നിശ്ചിത സമയത്തില് നാടകം റിഫ്ലക്ട് ചെയ്യാണ്. ബിക്കോസ് ഇറ്റ്സ് ഓൺ ദ വൺ ഹാൻഡ് എ നറേറ്റീവ് ഓഫ് ടെമ്പറൽ ഈവൻസ്. കാരണം നാടകം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു വശത്ത് എ നറേറ്റീവ് ഓഫ് ടെമ്പറൽ ഈവൻസ്, താൽക്കാലികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയലാണ്, അതിനെ നറേറ്റ് ചെയ്യലാണ്. ആൻഡ് ദ അതർ ഹാൻഡ് ആൻ ഇനാക്ട്മെന്റ് ടേക്കിംഗ് പ്ലേസ് വിത്തിൻ എ മൊമെന്റ് ഓഫ് ടൈം. മറ്റൊരു വശത്ത് നാടകം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ പെർഫോം ചെയ്ത് തീർക്കേണ്ടതാണ്. അപ്പൊ നാടകം ഒരു ഭാഗത്ത് അതൊരു താൽക്കാലിക സംഭവങ്ങളുടെ ഒരു നറേഷനാണ്, മറ്റൊരു ഭാഗത്ത് അത് നിശ്ചിത ഒരു മൊമെന്റ് ഓഫ് ടൈമിനുള്ളിൽ നമ്മൾ അഭിനയിച്ച് തീർക്കേണ്ടതാണ് നാടകം എന്ന് പറയുന്നത്. The mimetic instinct is confined to no single nation. അപ്പോ ഈ അനുകരണ വാസന, നാടകം എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ അനുകരിക്കലാണ്. അപ്പൊ ഈ ഒരു അനുകരണ വാസന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദേശത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഗ്രീക്കിലോ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല നാടകം എന്നല്ല ഈ ഒരു അനുകരണ വാസന. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ ഇറ്റ്സ് appeal and reveals itself as the most primitive of human emotions. It is the earliest of imitative arts. നേരെ മറിച്ച് അത് യൂണിവേഴ്സൽ ആണ്, എല്ലാ നാട്ടിലും പ്രപഞ്ചത്തിൽ ആകമാനം പരന്നു കിടക്കുന്നതാണ് ഈ ഒരു അനുകരണ വാസന. മാത്രമല്ല ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്. മനുഷ്യന്റെ വികാര പ്രകടനങ്ങളുടെ പുരാതന രൂപമാണ്. അപ്പൊ പണ്ട് മുതലേ ഡ്രാമാസ് ഉണ്ട്. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ഓഫ് ഇമിറ്റേറ്റീവ് ആർട്സ്. അനുകരണ കലയുടെ ഏറ്റവും പുരാതന വേർഷൻ നാടകമാണ്. സോ നമ്മൾ ഇന്ന് നാടകത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ, നാടകത്തിന്റെ ഇൻട്രൊഡക്ഷൻ, നാടകത്തെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആണ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നാടകത്തിന്റെ ഒറിജിൻ, അതിന്റെ ഡെവലപ്മെന്റ്, എവല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.